ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ പുറത്തേക്ക് നോക്കിയപ്പം നല്ല ഭംഗി. ഇന്നലത്തെ മഴയൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു കോടമഞ്ഞുണ്ട്, ചെറിയൊരു തണുപ്പുമൊക്കെ ഉണ്ട്. നമ്മുടെ ഇലകളൊക്കെ കളർ മാറി ഓരോ ദിവസം കഴിയുന്തോറും ഭംഗിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു അണ്ണാൻ ഇരിക്കുന്നു. അണ്ണാൻ ഇങ്ങനെ തീറ്റ തേടി നടക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നേഴ്സിങ്ങിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് നേഴ്സിംഗ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഞാനും ഒരു നേഴ്സ് ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ ന്യൂയോർക്കിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് നേഴ്സിങ്ങിന് പോകുന്നത് പുറം രാജ്യത്ത് എവിടെയെങ്കിലും പോയി ഒരു ജോലി നേടണം, അവിടെ സെറ്റിലാകണം, കൂടുതൽ ജീവിത നിലവാരമുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ചാണല്ലോ. അപ്പോൾ അതിന് ഇത് ചെറിയൊരു പ്രോസസ്സല്ല, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് സഹായകരമായേക്കാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ചാർട്ട് എനിക്കറിവുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ യാത്ര കുറച്ചുകൂടെ സുഗമമാകും എന്ന് എനിക്ക് തോന്നി. ഇതിൽ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ചിലത് നമ്മളുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ഡിസിഷൻ, അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. നഴ്സിങ്ങിന് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ +1 +2 സയൻസ് സബ്ജക്ട്സ് പഠിക്കുക. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്കൊരു നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്തും പിന്നെ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യമാണ് കോഴ്സ്. ഞാൻ BSc നഴ്സിങ്ങിന് പോകണോ ജനറൽ നഴ്സിങ്ങിന് പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇപ്പം എല്ലാവർക്കും BSc നഴ്സിംഗ് പഠിക്കാൻ ചിലപ്പം സൗകര്യം കണ്ടെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് BScയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പുറം രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും ഇപ്പം BSc ഉള്ള കുട്ടികൾക്കാണ് പരിഗണന കിട്ടുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ ഏത് കോളേജിലാണോ പോകുന്നത് അത് വളരെ പ്രാധാന്യം അറിയുന്നത്. പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പുറം സംസ്ഥാനങ്ങളിൽ ഏജൻസികൾ വഴി അഡ്മിഷൻ എടുക്കുന്നവരോടാണ്. നമ്മളവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഒരു ഹോസ്പിറ്റലുണ്ടോ, ഹോസ്പിറ്റലിൽ നമ്മൾക്ക് പ്രാക്ടിക്കലിനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നന്നായിട്ട് അന്വേഷിക്കണം. തിയറി നമുക്ക് എവിടെ ഇരുന്നും പഠിക്കാൻ പറ്റും. പക്ഷെ നഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അത് ഒരു ഹോസ്പിറ്റലും കുറേ രോഗികളും മാത്രം പോരാ, ഈ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സും വേണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നന്നായിട്ട് പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു മാനേജ്മെൻറ്റും കൂടെ ആവശ്യമാണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ കാര്യമാണ് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം. അപ്പം നമ്മൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എവിടെ പോയി ജോലി ചെയ്യണം. ഇപ്പോൾ ഒരുപാട് പുറം രാജ്യങ്ങളിൽ നഴ്സിങ്ങിന് ജോലി ചെയ്യാനുള്ള വളരെയേറെ സാഹചര്യങ്ങളും സാധ്യതകളും ഇപ്പോൾ കൂടുതലാണ്, പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഒരു 3-ാമത്തെ വർഷം അല്ലെങ്കിൽ 4-ാമത്തെ വർഷം ഒക്കെ ആകുമ്പോഴേ ചിന്തിച്ചു തുടങ്ങണം, ഞാൻ എവിടെ പോയി ജോലി ചെയ്യണം, ഞാൻ അമേരിക്കയ്ക്ക് പോകണോ, ഞാൻ ന്യൂസിലൻഡിന് പോകണോ, ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകണോ എന്നൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചിന്തിക്കുക, പഠിത്തം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുക. പക്ഷേ നമ്മൾ നേരത്തെ കൂട്ടി ഈ രാജ്യങ്ങളെക്കുറിച്ച് എനിക്ക് എവിടെ പോകണം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ വഴിക്ക് പോയി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ 5-ാമത്തെ കാര്യമാണ് നമ്മൾ എപ്പോൾ തുടങ്ങണം. അതാണ് ഞാൻ ഒന്നുകൂടെ ഊന്നൽ കൊടുത്ത് പറയുന്നു. നിങ്ങൾ പഠിത്തം കഴിയുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് എവിടെ പോയി ജോലി ചെയ്യണം, നിങ്ങൾക്ക് എവിടെയാണ് താല്പര്യം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുക. ഇനി നമ്മുടെ യാത്രയുടെ 2-ാമത്തെ സ്റ്റെപ്പാണ് ട്രസ്റ്റ്, അതായത് നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ നഴ്സിങ്ങിന് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു 50% പൂർത്തിയായി. നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് പഠിക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ നഴ്സിങ്ങിന് പോകാനായിട്ട് തീരുമാനിച്ചത്.
ഇനി നഴ്സിംഗ് പഠിക്കുന്ന കാലത്തും അതുപോലെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുന്ന കാലത്തും ജോലി ചെയ്യുന്ന കാലത്തും ഒക്കെ എല്ലാ സാഹചര്യങ്ങളും നമുക്കെപ്പോഴും അനുകൂലമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പരീക്ഷകൾ പാസ്സാകണം. അതുപോലെ അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല വിശ്വാസങ്ങളുള്ളവർ ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങൾ പലതുണ്ട്. അതിനെല്ലാം നമ്മൾക്ക് എപ്പോഴും ഒരു വിശ്വാസം, നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന ഒരു വിശ്വാസം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പാണ് റിസർച്ച്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഈ റിസർച്ച് നമ്മൾ തുടങ്ങുന്നത് ഒരു 3rd ഇയർ 4th ഇയർ ഒക്കെ ആകുമ്പം തുടങ്ങണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്ലേസ്. നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാകണം. നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ എവിടെ പോയി ജോലി ചെയ്യണം, ഏത് സ്ഥലമാണ് എനിക്കിഷ്ടം. അപ്പോൾ ചിലർക്ക് നമ്മളുടെ കൂട്ടുകാരുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. ചിലർക്ക് നമ്മുടെ വീട്ടുകാരുള്ളിടത്താണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പം എന്തായാലും നഴ്സിംഗ് പഠനം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടാകണം. എന്നാലേ നമ്മൾക്ക് ആ വഴിക്ക് പിന്നീട് സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് വിസ ടൈപ്പ്. ഏത് തരം വിസയാണ് എനിക്ക് കിട്ടുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയ്ക്കാണെങ്കിൽ നഴ്സുമാർക്ക് ഗ്രീൻ കാർഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ വർക്ക് വിസയുണ്ട്. കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുമോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഏത് തരം വിസ കിട്ടുക എന്നുള്ളത് അന്വേഷിച്ചറിയുക. മൂന്നാമത്തെ കാര്യം സാലറി. നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നിടത്ത് പോയി ജോലി ചെയ്യാനാണ് ഇഷ്ടം, അല്ലേ? അപ്പോൾ സാലറിയെ കുറിച്ച് അന്വേഷിക്കുക. പ്രത്യേകിച്ച് ഏജൻസികൾ വഴി പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു സാലറിയുടെ ഭാഗം ഈ ഏജൻസിക്കാർ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും, ഇനി ടാക്സ് എന്തോരം ഞാൻ കൊടുക്കണം. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രാജ്യത്തുമുള്ള ടാക്സ് വ്യത്യാസമാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ല. അതുപോലെ ബാക്കി പുറം രാജ്യങ്ങളിൽ ടാക്സ് ഉണ്ട്. എത്ര ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണം, ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ അവിടുത്തെ ലിവിങ് കണ്ടീഷൻസ്, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് റെന്റിന് താമസ സൗകര്യങ്ങൾ കിട്ടുമോ, ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ തരുമോ, അവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, എത്ര രൂപ റെന്റ് ആകും, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ അന്വേഷിച്ചറിയുക. പിന്നെ ക്ലൈമറ്റ്, കാലാവസ്ഥ വളരെ പ്രാധാന്യമാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും കാലാവസ്ഥ വ്യത്യാസമാണ്. അതായത് ഒരു രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിൽ കാലാവസ്ഥ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ ന്യൂയോർക്കിൽ ഒരു 4-5 മാസത്തോളം നല്ല തണുപ്പും മഞ്ഞും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണ്. അതായത് ഇവിടെ തന്നെ ഫ്ലോറിഡയിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തെ കാലാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാലാവസ്ഥയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അല്ലല്ലോ. അടുത്തതാണ് പ്രോസസ്സിംഗ് ടൈം. ഇപ്പോൾ ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ടൈം ഓരോ രാജ്യത്തും വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ കാലാവധി എത്രയാണ് എന്നൊന്ന് അന്വേഷിച്ചറിയുന്നത് നമുക്ക് കൂടുതൽ പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമുക്ക് തരും. പിന്നെ ടൈപ്പ് ഓഫ് നഴ്സിംഗ്, നിങ്ങൾക്ക് ഏത് തരം നഴ്സിംഗ് ചെയ്യാനാണ് ഇഷ്ടം. ചിലർക്ക് ബെഡ് സൈഡ് നഴ്സിംഗ് ഇഷ്ടമുള്ളവരുണ്ട്, ചിലർക്ക് പേഷ്യൻസുമായിട്ടുള്ള കോണ്ടാക്ട് വേണ്ട. അപ്പോൾ എനിക്ക് നഴ്സിംഗ് ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ടുള്ള പരിപാടികളാണ്, അങ്ങനെയാണോ ഇഷ്ടം? ഇനി അതുമല്ല എനിക്ക് പഠിപ്പിക്കാനാണോ ഇഷ്ടം? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചറിയണം. അപ്പോൾ എനിക്കാണെങ്കിൽ ബെഡ് സൈഡ് നഴ്സിംഗ് ആണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. ഇനി അടുത്തത് അഡ്വാൻസ്മെന്റ് ഇൻ നഴ്സിംഗ്. അതായത് നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾക്ക് ഇപ്പോൾ ബാച്ചിലേഴ്സ് ഉള്ളവരാണെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാനോ ഡോക്ടറേറ്റ് ചെയ്യാനോ ഒക്കെ സാഹചര്യങ്ങൾ മിക്കവാറും രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചറിയുക. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ചിലവാകുന്ന ട്യൂഷൻ്റെ ഒരു ഭാഗം നമ്മൾ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ മുടക്കും. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നമ്മൾക്ക് അതിന് ചിലവാകുന്നില്ല. അങ്ങനെ സ്കോളർഷിപ്പുകൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഏജൻസിക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ അടുത്ത അതാണ് ബെനഫിറ്റ്സ്. നിങ്ങൾക്കുള്ള ബെനഫിറ്റ്സ്, നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടോ? അതുപോലെ ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ബെനഫിറ്റ്സ്. എന്ന് പറഞ്ഞാൽ മിക്കവാറും രാജ്യങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ജോലി വഴിയാണ്. അപ്പോൾ ഈ നമ്മൾക്ക് ഒരു അസുഖം വന്നാൽ പുറം രാജ്യങ്ങളിൽ ചികിത്സിക്കാനുള്ള ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് വഹിക്കാവുന്നതിൽ കൂടുതലായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസയിൽ കൂടുതൽ നമ്മൾക്ക് അസുഖങ്ങൾ വന്നാൽ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാകാതെ നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതൊക്കെയാണ് ഈ സ്റ്റെപ്പിൽ നമുക്ക് പറയാനുള്ളത്. ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് ഡെഡിക്കേഷൻ. അപ്പോൾ ഇപ്പം നമ്മളൊരു സ്ഥലം തീരുമാനിച്ചു, നമ്മൾ ജോലിക്ക് പോകാം എന്ന് ഉള്ള തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യമാണ് ലൈസൻസിങ് എക്സാം. ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ, ഇപ്പോൾ ഗൾഫിൽ ഇല്ലാന്ന് തോന്നുന്നു, പ്രാദേശിക ടെസ്റ്റുകൾ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വേറെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ അവിടുത്തെ ലൈസൻസിങ് എക്സാം നമ്മൾ എഴുതി പാസ്സാകണം. എന്നാലേ നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാപ്പാഠം ഇരുന്ന് പഠിച്ച് പാസ്സാകാവുന്ന ഒരു പരീക്ഷകളല്ല ഈ ലൈസൻസിങ് പരീക്ഷകൾ. അതാണ് നമ്മളുടെ നാട്ടിലുള്ള പരീക്ഷാ രീതികളും പുറം രാജ്യങ്ങളിലുള്ള പരീക്ഷാ രീതികളുമായിട്ടുള്ള ഒരു വ്യത്യാസം. അതായത് നമ്മൾക്കൊരു സാഹചര്യം തരുവാണ്, ആ സാഹചര്യത്തിൽ എന്ത് നമ്മൾ ചെയ്യും എന്നാണ് ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിയോ ഒരുപാട് പഠിക്കുകയോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 2ാമത്തേതാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം. അത് ഏത് രാജ്യത്ത് ജോലി ചെയ്യണമെങ്കിലും നമ്മൾക്കൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് മസ്റ്റാണ്. അപ്പോൾ IELTS, OET അങ്ങനെ പലതരം ടെസ്റ്റുകളാണല്ലോ. അപ്പോൾ ഈ ടെസ്റ്റുകളും അത്ര ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അമേരിക്കയിൽ വരണമെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ഉള്ളൊരു അത് തെറ്റായ ഒരു ധാരണയാണ്. ഇപ്പം നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പാകത്തിന് സംസാരിക്കണമെന്നേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് ഈ ഇംഗ്ലീഷ് ടെസ്റ്റിലൂടെ ഉദ്ദേശിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു, അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾക്കൊരു ജോലി കിട്ടുക, സക്സസ്സിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ എല്ലാം ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ വഴികൾ കുറച്ചൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ യാത്ര കുറച്ച് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം കണ്ട് നിങ്ങൾ ടെൻഷൻ പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ നഴ്സിങ്ങിന് പോകണമെന്ന്, നഴ്സിംഗ് ഇഷ്ടപ്പെട്ട് നഴ്സിങ്ങിന് പോയ ഒരാളല്ല, നഴ്സിങ്ങിന് പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ഒരു ആളുമല്ല. അപ്പം അങ്ങനെയാണ് ഞാൻ നഴ്സിങ്ങിന് പോയത്, ജോലി കിട്ടാൻ ഉള്ള ഒരു മാർഗം എന്ന രീതിയിൽ. ഇനി നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയ്ക്ക് വരണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഓരോരോ സാഹചര്യങ്ങൾ വന്നപ്പം നമ്മൾ അപ്ലൈ ചെയ്തു, കിട്ടി, അങ്ങനെ അങ്ങ് വന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഇംഗ്ലീഷ് ടെസ്റ്റ് പറയുവാണെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. ഇംഗ്ലീഷിൽ അത്ര പ്രൊഫഷൻ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പം ഇതെല്ലാം നമ്മൾക്കൊരു ലക്ഷ്യബോധമുണ്ട്, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഞാൻ. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തരുമല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. ഇനി ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് നഴ്സിംഗ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അതുപോലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു, നമ്മൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള രീതികൾ മെച്ചപ്പെട്ടു, ടെക്നോളജി ഇപ്പം നമ്മൾക്ക് കമ്പ്യൂട്ടറൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അറിയാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ നഴ്സിംഗ് യാത്രയിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾക്ക് പ്രതികൂലമായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മളെ തളർത്താതെ, അതൊക്കെ നമ്മളെ വളർത്താനായിരുന്നു എന്ന് നിങ്ങൾ പിന്നീട് തിരിച്ചറിയും. അപ്പോൾ തളരാതെ മുന്നോട്ട് പോകുക. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് പറയാനുള്ളത്, ഒരുപാട് പേർക്കുള്ള ഒരു ചോദ്യമാണ് ഇപ്പം അമേരിക്കയിലേക്ക് നഴ്സുമാരെ എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം അമേരിക്കയ്ക്ക് നഴ്സുമാരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 13-14 മാസമാണ് ഇവർ പറയുക. അപ്പോൾ അങ്ങനെ വരാനായിട്ട് ഇഷ്ടമുള്ളവർ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ അറിഞ്ഞ് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുക. ഒരുപാട് ഏജൻസികൾ ഇപ്പം പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒരുപാട് നഴ്സസിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ബോണസ് ഒക്കെ കൊടുത്താണ് പല ഹോസ്പിറ്റലുകളിലും നഴ്സുമാരെ ജോലിയൊക്കെ ചെയ്യിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരാനും ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യാനും ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇനിയും കാണാം. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.